ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റനായി സ്വയം പ്രഖ്യാപിക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ അത്ര സുഗമമായ കാലഘട്ടമല്ല. അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങളുടെ പെരുമഴക്കാലമാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് പോലും അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത്. അദ്ദേഹത്തോട് സ്വന്തം കാര്യം നോക്കി ഇരുന്നാൽ മതിയെന്ന് ശരത് പവാർ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസ് തന്നെ മന്ത്രിയാകണമെന്ന് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2.5 വർഷം കെ ശശീന്ദ്രനും 2.5 വർഷം താനുമെന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ ധാരണ എന്നാണ് തോമസ് കെ തോമസ് പറഞ്ഞിരുന്നത്. വിഷയത്തിൽ ശരത് പവാർ ഇടപെടുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതാണ് താല്പര്യം. എന്നാൽ പാർട്ടിയുടെ മന്ത്രിക്കാര്യം തങ്ങൾ തീരുമാനിച്ചോളാം എന്നാണ് പവാറിന്റെ നിലപാട്. CPMന്റെ ജനറൽ സെക്രട്ടറി ചുമതലയുള്ള ദേശീയ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടുമായി ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ശരത് പവാറിന്റെയും പ്രകാശ് കാരാട്ടിന്റെയും സാന്നിധ്യത്തിൽ ചർച്ച നടക്കുകയും ചെയ്തു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശരത് പവാർ കാരാട്ടിനോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് വിവരം. NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും തോമസ് കെ തോമസ് MLAയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. പിണറായിയോട് ഇക്കാര്യം സംസാരിക്കാമെന്ന് പ്രകാശ് കാരാട്ടിനോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ട എന്നാണ് NCP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാത്തതിൽ പാർട്ടിയിലെ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലുമാണ്. അതേസമയം മന്ത്രിസ്ഥാനത്ത് ഡൽഹിയിൽ ഇന്നും ചർച്ച നടന്നേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. തോമസ് കെ തോമസ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരവും പുറത്തു വന്നിരുന്നു. അതിനിടെ ഡൽഹി ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയതിൽ കടുത്ത അതൃപ്തിയിലുമാണ് ശശീന്ദ്രൻ. നേതൃത്വത്തെ ശശീന്ദ്രൻ അതൃപ്തി അറിയിച്ചു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതേസമയം മന്ത്രിയെ മാറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് ശശീന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു. അകവും പുറവും പരിശോധിച്ച ശേഷം മാത്രമേ മന്ത്രിയെ മാറ്റുന്നതിൽ NCP കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മന്ത്രി മാറണം എന്ന് പറയേണ്ടത് വ്യക്തികളല്ല എന്നും പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും ശശീന്ദ്രൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം മാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലനിന്നിരുന്നു. പക്ഷേ താൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നത്. എന്നാൽ അതേസമയം 2.5 വർഷക്കാലത്തെ മന്ത്രിപദം അത് താൻ നേടിയെടുത്തേ അടങ്ങൂ എന്ന നിലപാടായിരുന്നു തോമസ് കെ തോമസിനെ സംബന്ധിച്ച്. എന്നാൽ ആദ്യമെല്ലാം തന്നെ കെ ശശീന്ദ്രനോടൊപ്പം നിന്നിരുന്ന PC ചാക്കോ പിന്നീട് പെട്ടെന്നാണ് കളം മാറ്റിക്കൊണ്ട് തോമസ് കെ തോമസിന്റെ കൂടെ കൂടുന്നത്. അതായത് അതുവരെ തോമസ് കെ തോമസിന് എതിരായി പ്രവർത്തിച്ചിരുന്ന PC ചാക്കോയുടെ ഈ രൂപമാറ്റം വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചയ്ക്കും ഇടവച്ചിരുന്നു. അതിനുശേഷം PC ചാക്കോയും തോമസ് കെ തോമസും ഒരുമിച്ചായിരുന്നു മന്ത്രിപദത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങുന്നത്. പലതരത്തിൽ പല തവണകളിലായി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം തന്നെ ശശീന്ദ്രൻ തന്റെ വാശിയിൽ തുടരുക തന്നെയായിരുന്നു. താൻ മന്ത്രിപദം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ തൽക്കാലത്തേക്ക് മന്ത്രിയെ മാറ്റേണ്ട കാര്യമില്ല എന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനപ്രകാരമാണ് പിന്നീട് കെ ശശീന്ദ്രൻ തന്നെ തുടരുന്ന സമീപനമുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ കെ ശശീന്ദ്രന് തന്റെ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് അത്ര തന്നെ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം LDFിലെ ഏറ്റവും സൗമ്യമുഖമുള്ള മന്ത്രിയാണ് കെ ശശീന്ദ്രൻ. അതുകൊണ്ട് LDF സ്വാഭാവികമായും കെ ശശീന്ദ്രനോടൊപ്പം നിൽക്കുമെന്ന അമിത വിശ്വാസം കെ ശശീന്ദ്രനുണ്ടായിരുന്നു. LDF മാത്രമല്ല, മുഖ്യമന്ത്രിയും തനിക്കെതിരെ സംസാരിക്കുകയില്ല എന്നും തനിക്ക് വേണ്ടിയും തനിക്ക് അനുകൂലമായ നിലപാട് എടുക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യവും കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ ശശീന്ദ്രൻ തന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് ശേഷവും NCPയിൽ വലിയ തരത്തിലുള്ള ഭിന്നത രൂക്ഷമായിരുന്നു. ആദ്യമെല്ലാം തന്നെ PC ചാക്കോയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന അണികളെല്ലാം തന്നെ പിന്നീട് PC ചാക്കോയ്ക്ക് എതിരായി മാറുന്ന കാഴ്ചയും NCP കണ്ടതാണ്. NCPയെ സംബന്ധിച്ച് PC ചാക്കോയുടെ ചില തീരുമാനങ്ങളും നീക്കങ്ങളും എല്ലാം തന്നെ ഏകപക്ഷീയമാണ് എന്ന വിമർശനം അണികൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നു. ആ സാഹചര്യത്തിൽ പിന്നീട് തോമസ് കെ തോമസിന്റെ കോഴ വിവാദമെല്ലാം തന്നെ ഉയർന്നു വന്നു. അതിനിടെയാണ് 100 കോടി വിവാദം തലപൊക്കുന്നത്. തോമസ് കെ തോമസ് BJPയുമായുള്ള പങ്കാളിത്തത്തിന് വേണ്ടി ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞുമോൻ MLAയ്ക്കും 50 കോടി വീതം വാഗ്ദാനം ചെയ്തു എന്നതാണ് പിന്നീട് ഉയർന്നു വന്ന വിവാദം. ആ വിവാദമെല്ലാം തന്നെ യഥാർത്ഥത്തിൽ തോമസ് കെ തോമസിന് വലിയ തിരിച്ചടിയായി വന്നിരുന്നു. തോമസ് കെ തോമസ് ഒരു മുന്നണി മാറ്റത്തിന് ശ്രമിക്കുന്നു എന്നുള്ള വാദം ആദ്യം തന്നെ NCPയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ആ വാദങ്ങളെല്ലാം ശരിവെക്കുന്നതായിരുന്നു പിന്നീട് വന്ന ഈ കോഴ വിവാദം. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ തോമസ് കെ തോമസിന് പാർട്ടി ക്ലീൻ ചീറ്റ് നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയും തുടർന്ന് തോമസ് കെ തോമസ് മന്ത്രിയാകാനുള്ള
സാധ്യതയുമെല്ലാം ഒരുങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് AK ശശീന്ദ്രൻ പക്ഷം. എന്നാൽ അത്തരമൊരു നീക്കം AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ശരത് പവാറിന്റെ ഇത്തരമൊരു നീക്കം വരുന്നത്. അതായത് തങ്ങളുടെ പാർട്ടിയിൽ ആര് മന്ത്രിയാകണമെന്നുള്ള കാര്യം തങ്ങളാണ് തീരുമാനിക്കുന്നത്, അതിൽ മുഖ്യമന്ത്രി തലയിടേണ്ട എന്ന് തന്നെയാണ് ശരത് പവാർ പറഞ്ഞു വയ്ക്കുന്നത്.